ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് ഇതിനു മുൻപ് ഒരു വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. വളരെ മനോഹരമായൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിനെ അങ്ങനെ വെറുതെ സെറ്റ് ചെയ്താൽ ഇതിനൊരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇതിനെ വെറൈറ്റി ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ചെയ്തു. ഈ ഒരു ഐഡിയ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവണം എന്ന് കരുതിയിട്ടാണ് ഷെയർ ചെയ്തത്. എന്തായാലും ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കണും ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഈ പ്ലാന്റ് നഴ്സറികളിലെല്ലാം വാങ്ങാൻ കിട്ടും. എന്നാൽ നല്ല വിലയാണ് ഈ ഒരു പ്ലാന്റിന്. നമ്മുടെ എല്ലാം വീടുകളിൽ ഈ പ്ലാന്റ് ധാരാളം ഉണ്ടെങ്കിലും ഇതെങ്ങനെയാണ് നട്ട് വളർത്തേണ്ടത് എന്നറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കുപ്പയിലേക്ക് കളയുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യണ്ട. അതുമല്ല, വീടിൻ്റെ മുറ്റത്ത് ഇത് നട്ടാൽ കാട് പോലെ വളരുമോ, തിങ്ങി നിറയുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും പലരും ഇതിനെ കട്ട് ചെയ്ത് കളയുന്നത്. ഇങ്ങനെ നട്ടാൽ ഇതൊരിക്കലും പടർന്ന് വളരില്ല. ഒരിടത്ത് തന്നെ ഇതിനെ സെറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഞാനൊരു പെയിൻറ്റിൻ്റെ ടിന്നും ഒരു പൈപ്പും പിന്നെ ഒരല്പം നെറ്റും മണ്ണും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ പെയിൻറ്റിൻ്റെ ടിന്നിനുള്ളിലേക്ക് ഞാൻ കുറച്ച് സിമെൻ്റ് ഇട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം പൈപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതെടുത്തിട്ട് ഗാർഡനിൽ വെക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ വെക്കാം, വീടിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും വെക്കാം, എവിടെ വേണമെങ്കിലും എടുത്ത് മാറ്റി വെക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് നെറ്റ് വേണം. നെറ്റ് നന്നായിട്ടൊന്ന് തയ്ച്ചെടുത്തതിന് ശേഷം തിരിച്ചിട്ടു. അതിലേക്ക് മണ്ണ് നിറച്ചു. അതിൻ്റെ ഓപ്പണായ ഭാഗം ഒരു വള്ളി കൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്നൊക്കെ കാണണമെങ്കിൽ നേരത്തെയുള്ള വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കൂടെ തയ്ക്കുന്ന ഈ ഒരു നൂലും വലിയ സൂചിയും കൊണ്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. നെറ്റ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് തയ്ക്കുന്നത്. തയ്ച്ചതിന് ശേഷം തിരിച്ചിടണം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈപ്പിലേക്ക് ഈ ഒരു നെറ്റ്, മണ്ണ് നിറച്ച നെറ്റ് നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ കമ്പി കൊണ്ട് തൊട്ട് കാണിക്കുന്നത് പോലെ തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ എന്ന് പലർക്കും സംശയം കാണും. ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നൂലുപയോഗിച്ച് നന്നായിട്ടൊന്ന് കെട്ടണം. ഇപ്പോൾ ഇത് ആ ഒരു പെയിൻറ് ടിന്നിൻ്റെ വെയിറ്റ് കൊണ്ടായിരിക്കും അത് നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. അതിനെ ഒന്നും കൂടി ഒന്ന് വളച്ചു കൊടുക്കുമ്പോൾ അത് ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്കൊരു നൂല് കൊണ്ട് ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്തായാലും കെട്ടി വെച്ചാൽ അത് നന്നായിട്ട് താഴോട്ട് പോകാതെ ഇരുന്നോളും. ഇപ്പം ദാ കൂടെ തയ്ക്കുന്ന ആ നൂല് കൊണ്ട് നമ്മൾ ഇതൊന്ന് കെട്ടാൻ പോവാണ്. ഇപ്പം എന്താ നമ്മൾ നൂല് കൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് താഴേക്കൊന്നും വീഴില്ല. ഇനിയിപ്പം നമ്മൾ ഈ നെറ്റിൻ്റെ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ പ്ലാന്റിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇതേപോലെ നട്ട് കൊടുക്കുകയാണ്. നട്ട് കൊടുത്ത് ഫുള്ള് ഫില്ല് ചെയ്ത് വേണം നടാനായിട്ട്. ഒട്ടും ഗ്യാപ്പില്ലാതെ നന്നായിട്ട് നട്ട് കൊടുക്കുക. അതിനുശേഷം നട്ടതിന് ശേഷം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകവെള്ളമില്ലേ, പച്ചച്ചാണകം, അത് വെള്ളം ചേർത്ത് നന്നായി കലക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അതൊരു കുപ്പിയിലാക്കിയിട്ടാണ് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നട്ടതിന് ശേഷം ഒരു 15 ദിവസത്തിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. ഈ പ്ലാന്റ് വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ വേറെ പ്ലാന്റ്സ് വെച്ചും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നട്ടതിൽ നിന്നും കുറച്ച് ദിവസത്തിന് ശേഷം പിഴുത് നോക്കിയപ്പോൾ കണ്ട റിസൾട്ടാണ്. വേര് വന്നിട്ടുണ്ട്. നമുക്കിനിയും പുതിയ വീഡിയോ ആയിട്ട് കാണാം.